ആക്ച്വലി ഉണ്ടല്ലോ ടൂർ പോകുമ്പോൾ നമ്മളിങ്ങനെ ഐറ്റിനറിയൊക്കെ വായിച്ച് എക്സ്പെക്റ്റേഷനിൽ പോകരുത്. നമ്മൾ എന്ത് കണ്ടാലും അത് എൻജോയ് ചെയ്യണം. അതൊരു പൂവാകാം, ഇലയാകാം. എടാ നീ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഇന്ന് ഞങ്ങളുടെ ബോസ്നിയ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. കാരണം സിറ്റി ലൈഫ് ഇഷ്ടമില്ലാത്തവരാണ് ഞങ്ങൾ പലരും. സിറ്റിയിലായിരുന്നു, പിന്നെ കുറച്ച് ചൂടായിരുന്നു, പിന്നെ അധികം കാഴ്ചകളൊന്നും കണ്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ എൻ്റെ പൊന്നു പൊളിയാണ്, പൊളി. ബോസ്നിയൻ പാർക്കിനുള്ളിലാണ്, അടിപൊളി കാഴ്ചകൾ. ഇവിടെ നാച്ചുറൽ സ്പ്രിംഗ് ആണ്. ഈ പാർക്കിനുള്ളിൽ ഇഷ്ടം പോലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള നാച്ചുറൽ സ്പ്രിങ്സ് ഉണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തറിയാവുന്നവരായതുകൊണ്ടും ഒരേ വൈബുള്ളവരായതുകൊണ്ടും തള്ളലിനും വൈബ് എൻജോയ് ചെയ്യുന്നതിനും ഒരു കുറവില്ല. പിന്നെ കാണാം. നശിപ്പിച്ച് ഇവിടെ ഫോട്ടോ എടുത്ത് ഇവിടെ പണ്ടാറടക്കി. This is one of the famous place in Bosnia, you know, about, when you speak about the rivers, you know. Here is the start of the river Bosnia. Many people from all around the world, when they come here in Bosnia, you know, first place they visit is this one, you know. Here is the true nature, untouched, you know. You will see when we go inside where the water is going from the source, you know. It's very beautiful. അല്ല ഞാൻ പറയാം, നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിനകത്തെ ഹോബിറ്റ്സ് ലാൻഡ് പോലൊക്കെ ഉണ്ടെന്ന്. What's the name of this park? The Spring of Bosnia is one of the famous places here in Sarajevo. Okay. Because mostly, you know, the cities are known for, you know, buildings, architecture, but this is a nature, you know, and it's very close to the capital city. Many families, you know, especially during the holidays and weekends, they come here, you know, just to enjoy and relax. And how much they are charging per person? Per person, I believe for kids it's 3 km, that's about €1.50. Yeah. And for the adults, it's about 5 or 6 euros. സ്പ്രിങ്സിൻ്റെ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. വി ക്യാൻ സീ ദ ഒറിജിൻ ഓൾസോ ഹിയർ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇതെല്ലാം ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ കാണുന്ന ഒരു ബ്യൂട്ടിയാണ്. അതൊക്കെ നേരിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഗ്രീൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ, ഓ മൈ ഗോഡ്, അത് റിയൽ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. നൗ ഇറ്റ്സ് റിയൽ. നല്ല ഗ്രീനറി, മൊത്തം അടിപൊളി സെറ്റപ്പ്, വെള്ളം, പച്ചവെള്ളം, പ്യുവർ വാട്ടർ, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്. ഒന്നും പറയാനില്ല. വാട്ടർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പ്. പക്ഷേ എന്താ വെള്ളം തണുപ്പില്ലായിരുന്നു. വെള്ളത്തിന് തണുപ്പ് തരും. വെള്ളത്തിന്. Oh, it was awesome, bro. Really? Really, of course. Where are you right now? I am right now in the Boston, in the middle of the park. Yeah, I'm enjoying a lot, and it was really nice. And I didn't expect that I will get such a good trip so far. So yeah. ഇവിടുത്തെ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ബോസ്നിയ സ്പ്രിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണ് നമ്മുടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒക്കെ ഒരു ടൈപ്പ് സെറ്റപ്പാണ് മൊത്തം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിലും നല്ല കൂൾ ക്ലൈമറ്റ് ആണ്, നല്ല വെതറാണ്. ഈ വെള്ളമാണെങ്കിൽ ഇതെല്ലാം നാച്ചുറലാണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാം നാച്ചുറലായിട്ടാണ്. ഒന്നും മാൻമെയ്ഡ് സംഭവമായിട്ട് തോന്നുന്നില്ല നമുക്ക്. എല്ലാം നാച്ചുറലായിട്ട് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെ പാർക്കിൽ നിന്ന് നീണ്ട 1 hour ഡ്രൈവിന് ശേഷം ഇവിടെ ഒരു വലിയൊരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ആ കാണുന്ന 4 ജീപ്പിലായിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. സോ വാട്ട്സ് അവർ നെക്സ്റ്റ് പ്ലാൻ? From here, after we finish briefing here, we are going to the Lukomir with the jeeps, you know. Okay. Over there, I don't know. They sent me everything last night. അപ്പം ആൾക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല. അതായത് കഴിഞ്ഞ രാത്രിയാണ് ആൾക്കും ആളെ ഇതിന് അസൈൻ ചെയ്തതെന്ന് തോന്നുന്നു. Nice to meet you. My name is Jale. This is my colleague Senat, and over there we have Almir and Nedim. So we will guide you today on the Bjelaštica mountain. Today we are going to the Lukomir village, which is the highest village of Bosnia and Herzegovina. It's 1,495 meters high. We will drive through very beautiful scenery. We will make a lot of breaks, and during the ride we will explain everything about the Bjelaštica mountain and this area. So we will make a 5-minute break here for you to feel a little bit of air. The altitude is around 1,400 meters here, and the village that we are going to is 1,495. The top peak of this mountain, the Olympic mountain that you saw,
is 2067. As you can see now, above 1300 up to 1400, not many tree grows. It's because of the altitude. It cannot survive the harsh conditions, yes. And in winter, snow goes up to 3 even more meters here. So all this part is cut away. It's really hard. Like there is some few that are strong enough, but they are small, you know, compared to the big ones. And in winter especially, the weather is harsh here, and it can change in like 10 minutes on the mountain. So if you are an unexperienced hiker, a lot of things can happen, and you can even lose your life if you don't know what you are doing. இது சூப்பராக இருக்குல்ல. இந்த வந்து ட்ரிப்பு செம ட்ரிப்பு, நல்லா நேச்சுரலான ஹைக்கு. இந்த மவுண்டன் டாப்பில் வந்து பார்க்குறோம் நம்ம. இது A4 அட்வென்ச்சரோட நல்ல ஒரு பெஸ்ட்டு ட்ரிப்பாக இருக்கும். எனக்கு பிடிச்ச ட்ரிப்பு ഇത്. ലൈഫിൽ ഒരു இன்னொரு അപ്ഡേറ്റ് വന്ന மாதிரி இருக்குது. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. മലയോരങ്ങളും പിന്നെ അതിൻ്റെ ഭംഗിയും പിന്നെ മനസ്സിനെയും എല്ലാത്തിനെയും കുളിരും പ്രത്യേക സന്തോഷം തോന്നുന്ന ഒരു അനുഭവം തന്നെയാണ് ഇത്. A4 അഡ്വെഞ്ചർ പോകുന്ന എല്ലാ ട്രിപ്പിലും നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഉണ്ടാവാറുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് നോർമലി ഒരു ബോസ്നിയ ട്രിപ്പിൻ്റെ പാക്കേജിൽ വരുന്നൊരു സാധനമല്ല ഇത്. നോർമലി ആ ടൗണും കാര്യങ്ങളും മാത്രമായിട്ട് ചെയ്യാണ് പതിവ്. നമ്മളൊരു അഡ്വഞ്ചർ ടീമായതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള, അതായത് ഈ ഒരു ബോസ്നിയയുടെ ഏറ്റവും ടോപ്പിൽ, ബോസ്നിയയുടെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൈനിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതിൻ്റെ ഒരു പാതി വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലുക്കാമി വില്ലേജ് എന്ന് പറയുന്നൊരു വില്ലേജിലേക്കാണ് ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ അവിടെയാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മോട്ട് തിരിച്ചിറങ്ങും. നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവ്, അതുപോലെ കുറച്ചൊരു സെമി ഹൈക്കിംഗ് എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു ട്രിപ്പാണ് ലുക്കാമി വില്ലേജിലേക്കുള്ളത്. ഈ ട്രിപ്പ് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് UAE തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവൽ കമ്പനി ആയിട്ടുള്ള ഹൈലൈൻ ടൂറിസമാണ്. നമ്മൾ ഈ ഒരു പാക്കേജ് നമ്മൾ ഒരു കസ്റ്റമേഡ് പാക്കേജാണ്. അത് നമ്മളോട് നല്ല പ്രൈസിലേക്ക് ഈ ഒരു കസ്റ്റമേഡ് പാക്കേജ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പാക്കേജ് നമുക്ക് തരാൻ നല്ലൊരു പ്രൈസ് തരാൻ വേണ്ടി ഹൈലൈന് സഹായിച്ചിട്ടുണ്ട്. വളരെ ഒരു മൗണ്ടനസ് ഏരിയയാണ്. ഞങ്ങളിപ്പോൾ ആ ഹയസ്റ്റ് പീക്കിലോട്ട് പോകാൻ പോവാം. സോ ഫാർ സോ ഗുഡ്. നല്ല വെതറുമാണ്. ഞങ്ങളെല്ലാവരും കൂടെ വേണ്ട ഈ ട്രക്കിൻ്റെ മുകളിൽ നല്ല സൂപ്പർ വൈബാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബോസ്നിയൻ പശുക്കളെയാണ്. നല്ല വൈബാണ്. സീരിയസ് നോട്ടിൽ പറയുകയാണെങ്കിൽ അന്യായ വൈബാണ്, ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് ഇസ് അൺബിലീവബിൾ. ഇങ്ങനൊരു ബാൽക്കണി ടിക്കറ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ ലുക്കംബീർ വില്ലേജിലേക്കാണ് പോകുന്നത്. ദിസ് ഇസ് റിയലി വണ്ടർഫുൾ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ജീപ്പിൻ്റെ മുകളിലൂടെ നല്ല അഡ്വെഞ്ചറസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഏതോ ഒരു വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. ഹായ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും നേരം ഇതിന് മുകളിൽ ഇരുന്നാണ് വന്നത്. പൊടിയെന്ന് പറഞ്ഞാലും പോരാ, ഒരു രക്ഷയില്ലാത്ത പൊടി അടിച്ചൊരു പരിവായി. ഫ്രണ്ടി വണ്ടി ഇരിക്കുന്നവർക്ക് പൊടിയില്ല. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കാണ് തോന്നുന്നു പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അവർ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യൂ നിന്ന് തുടങ്ങി. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി വില്ലേജ് ടൂറിന് പോകാൻ വേണ്ടി എല്ലാവരും പ്ലാൻ ചെയ്യുകയാണ്. ഈ വെള്ളം അവർ കുടിക്കാൻ കൊള്ളാം എന്നാണ് പറയുന്നത്. അതായത് ഈ ടാപ്പ് വാട്ടർ പിടിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഈ രാജ്യം മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കുടിച്ചോ? ടേസ്റ്റ് ഉണ്ടോ? Now she gone, I saw her coming, but it caught me off. Still I lose.
There is skiing season, but on the mountain, the Olympic mountain, there are no slopes here, no infrastructure, and it's really hard to get here because everything is covered by snow. Yeah, so basically it's abandoned. The people that stay here during the winter, they are all up to by themselves. They don't have any protection even from the government. So if something happens, they are on their own. That's why less and less people stay here during the winter. As you heard maybe already, the 16th century we have the Ottoman Empire, but before this Ottoman Empire we had medieval times and we had like Bosnian kingdom and everything, but one religion we had was like they were called the Bogumili, like Bog is a god and Molity is like to pray. They were praying some kind of a god, so they were not really Catholics, but they were moving in the mountain area, and the Konjic municipality, which Lukomir belongs to, has one of the biggest concentration of these medieval tombstones actually. നമ്മുടെ ഗൈഡുമാർക്ക് നമ്മളെ കൊണ്ട് ഭയങ്കര ശല്യമായേക്കോ. അവർ പറയുന്ന സമയത്തിനൊന്നും നമ്മൾ ഇറങ്ങി വരത്തില്ല. Guys, please follow! Now you will see the jacuzzi with the best view. ട്രക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രക്കിംഗ് ആയില്ല. ട്രക്കിങ്ങേ ഉള്ളൂ. അഗാധമായ കൊക്കയാണ്. This peak where we are standing now is called Vienac over Lukomir, but on the other side is the Rakitnica Canyon. That's our second deepest canyon. This mountain range you see over there is Pren mountain. On the other side of Pren is Mostar, but Mostar is in the Herzegovina part of the country. This is Mediterranean part. The other part of the mountains is where Sarajevo is. This is Bosnia, has the continental climate. So this is the area where the climate changes, and this natural wall actually is the natural border between the two climates, Mediterranean and continental climate. I'll love you the best I can. Just let me hold your hand. Wherever I go, you are my home. So ഈ ഗ്രാമത്തിലെ സ്കൂളാണ് ഈ കാണുന്നത്. സ്കൂളിൻ്റെ മുഖഭാഗം മുഴുവൻ, ആ റൂഫ് മുഴുവൻ തകർന്നു കിടക്കുക. your soul, your mind, your heart. I can see who you are. I know you. I know you. I'll love you the best I can. So this mosque, there are three interesting facts about this mosque. First, it is the oldest mosque in Bosnia standing, and there's a reason for that, because you know, this is the village Sena told about. They burned the village in the last war, but actually the other side came from the other side, so they burned it from over there. So the mosque was actually below the village, but there is a story that one soldier, when he was a little boy, he has been healed. He had psychologically problems. The Hoja actually was the only one who managed to heal him in some kind of a way. Maybe not the whole way, but he managed to cope better with his mental health. So when they came from the burned village and they came to this place, he remembered this mosque and asked his friends
from his side of the war, of course, not to burn the mosque, and that's the reason why this is the oldest standing mosque, because it's one of the only that hasn't been destroyed. And another fact about this mosque, so it's extremely interesting. If you will make a small walk behind it, you will see that this mosque is built on the foundations of the medieval tombstones, just like the ones we saw in Lukomir. So over here you can see the whole row of those tombstones, and somehow they use them to make it a foundation for the new mosque. Now we have a small drive to make. We will be soon again in the Sarajevo Ski Center, where the bus will be waiting for you to continue again to Sarajevo for the rest of the tour. ഡേ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോസ്റ്റൺ സിറ്റിയിലേക്ക് വന്ന് വാർ മെമ്മോറിയലും കണ്ട് ഞങ്ങൾ യെല്ലോ ഫോർട്രസിലേക്ക് പോവുകയാണ്. യെല്ലോ ഫോർട്രസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1727 പണി കഴിപ്പിച്ചൊരു ക്യാനൻ ഫോർട്രസ്സാണ്. അതായത് ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതിലെ വാട്ടർ റിസർവെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഈ ഫോർട്രസിൻ്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ ഓട്ടോ ഹംഗേറിയൻ കാലഘട്ടത്തിൽ അവരാക്രമിച്ചപ്പം, അതായത് ഈ രാജ്യമെന്ന് പറയുന്നത് 4-5 യുദ്ധങ്ങളിൽ കൂടെ കടന്നു പോയതാണ്. റോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു, പിന്നീട് ഓട്ടോമൻ എംപയർ വന്നു, അതിനുശേഷം ആണ് ഓസ്ട്രോ ഹംഗേറിയൻ വാർ നടക്കുന്നത്. ആ സമയത്ത് ഈ വാട്ടർ റിസർവോയറും അതുപോലെ തന്നെ ഈ പട്ടണവും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ക്യാനൻ ഫോർട്ടാണിത്. അതിലേക്ക് കുറച്ച് നടന്നു കയറണം. ഭക്ഷണമൊക്കെ കഴിഞ്ഞും കുറച്ച് ആലസ്യത്തിലൊക്കെ ആയതുകൊണ്ട് വളരെ മെല്ലെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ച നല്ലതാണ്, കാരണം ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് സൺസെറ്റ് ഇവിടെ നിന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. Oscar for the treason, a lifetime achievement, starting a new season. Welcome to the green room. After the last war, you know, this area was totally destroyed. So they rebuilt it a couple years ago during the Ramadan, and now it's like tradition. Every Ramadan during iftar, they use this cannon here. So they announce iftar, time for iftar. And before they cut these nice trees here, you know, many young people came here just to relax, you know, in the shadows of the trees. But I don't know the reason why they cut the trees. Maybe they were ill or something. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. ഇവിടുത്തെ സിറ്റി മുഴുവൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. സൺസെറ്റ് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇത് കണ്ട സ്ഥിതിക്ക് താഴോട്ട് പോവുകയാണ്. To my freedom, freedom. അങ്ങനെ ഇന്നത്തെ ഒരു വലിയ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി. അതിരാവിലെ തന്നെ നമ്മളുടെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് നമ്മൾ പോയത് ഒരു പാർക്കിലേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ട്രെക്കിങ്ങും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ ഈവനിങ് കറങ്ങി അതേ സിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിരുന്നു. പക്ഷേ പൊടി അടിച്ചിട്ട് ഞങ്ങൾ ട്രക്കിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു. അപ്പോൾ നന്നായി പൊടി അടിച്ചിട്ട് ആകെ ടയേർഡാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് നന്നായി റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജി സൈനിങ് ഓഫ്. ബൈ. There was someone gonna find out.